Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. സ്വാഗതം. വൈദ്യുത പ്രവാഹമുള്ള ഒരു സാധാരണ വയറിന് ചുറ്റുമുള്ള കാന്തികമണ്ഡലം ശരിക്കും എങ്ങനെയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വൈദ്യുത പ്രവാഹമുള്ള ഒരു നേർരേഖാ ചാലകത്തിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക ബലരേഖകളുടെ മാതൃക വരയ്ക്കുക. ഒപ്പം വൈദ്യുത പ്രവാഹത്തിന്റെയും കാന്തിക ബലരേഖകളുടെയും ദിശ കൃത്യമായി അടയാളപ്പെടുത്തുക. ഇനി ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇതിന് ഉത്തരം നൽകാൻ കാന്തികമണ്ഡലത്തിന്റെ ആകൃതി നാം ആദ്യം മനസ്സിലാക്കണം. ഈ കാന്തികമണ്ഡലം ചാലകത്തെ കേന്ദ്രീകരിച്ചുള്ള സമകേന്ദ്ര വൃത്തങ്ങൾ, അതായത് ഒരേ കേന്ദ്രമുള്ള വൃത്തങ്ങൾ ആയിരിക്കും. ഇവയുടെ ദിശ എളുപ്പത്തിൽ കണ്ടെത്താൻ നാം ഉപയോഗിക്കുന്ന നിയമമാണ് വലതുകൈ പെരുവിരൽ നിയമം. പരീക്ഷയ്ക്ക് ഈ നിയമം എങ്ങനെ കൃത്യമായി എഴുതാം എന്ന് നോക്കാം. വൈദ്യുത പ്രവാഹമുള്ള ഒരു നേർരേഖാ ചാലകത്തെ നിങ്ങളുടെ വലതുകൈ കൊണ്ട് പിടിച്ചിരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ തള്ളവിരൽ കൃത്യമായി വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയിലേക്ക് ചൂണ്ടുക. സ്ക്രീനിലെ ചിത്രം നോക്കൂ, ഇത് കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ നിങ്ങളുടെ മറ്റു വിരലുകൾ ചാലകത്തെ ചുറ്റിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ആ ദിശയാണ് കാന്തിക ബലരേഖകളുടെ ദിശയെ സൂചിപ്പിക്കുന്നത്. ഇനി കാന്തിക ബലരേഖകളുടെ ദിശയെക്കുറിച്ച് ഒരു കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഈ കാന്തിക ബലരേഖകൾ ചാലകത്തിന് ചുറ്റും വൃത്തങ്ങൾ രൂപപ്പെടുത്തുന്നതുകൊണ്ട് അവ എപ്പോഴും വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയ്ക്ക് ലംബമായിരിക്കും. ഇത് കൃത്യമായി ഓർമ്മിക്കുക. കാന്തികമണ്ഡലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.